ഇനി അടുത്ത ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ ഈസ് ദ കീ ഫാക്ടർ ഇൻ എൻ്റർപ്രണർഷിപ്പ് ആസ് ഇറ്റ് ഹെൽപ്സ് എൻ്റർപ്രണേഴ്സ് ടു ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ദാറ്റ് മീറ്റ് മാർക്കറ്റ് നീഡ്സ്. ഇന്നോവേഷൻ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് ഇന്നോവേഷനാണ്. അതായത് പുതിയ ഐഡിയാസിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക, അത് ഐഡിയാസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നാണ് ഏറ്റവും വലിയ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഇത് എന്താ പറയുക ഏറ്റവും വലിയ ഫാക്ടർ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് എൻ്റർപ്രണർഷിപ്പിനും ഇന്നോവേഷൻ എൻ്റർപ്രണേഴ്സിന് ന്യൂ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും മാർക്കറ്റിനനുസരിച്ച് പ്രൊഡക്ട്സും സർവീസോ എന്താണെന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കും. ഇന്നോവേഷൻ ഓൾസോ ഹെൽപ്പ് എൻ്റർപ്രണേഴ്സ് ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഡൈവേഴ്സിഫൈ ദെയർ ബിസിനസ് ആൻഡ് സ്റ്റേ എഹെഡ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുതിയൊരു ഐഡിയനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ ഐഡിയയിൽ അട്രാക്റ്റഡ് ആയിട്ട് ബാക്കിയുള്ള കമ്പനീസ് ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. സോ അവരിൽ നിന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനും മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനും, അതായത് പുതിയതിൻ്റെ ട്രെൻഡിനനുസരിച്ച് എപ്പോഴും ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ എന്തെങ്കിലും നമുക്ക് അപാകതകളോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റപ്പും കൂടിയും അല്ലെങ്കിൽ ആ ഒരു സർവീസും കൂടിയും അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനും കൂടിയും ആ ഡിവൈസിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരുന്നു എന്ന് തോന്നും. അപ്പോഴാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴാണ് ഇന്നോവേഷൻ. അപ്പോൾ ഈ എൻ്റർപ്രണർഷിപ്പിന് ഈ അവരുടെ ബിസിനസ് വിപുലീകരിക്കാൻ, അതായത് വേറെ സ്റ്റെപ്പിലേക്ക് വെക്കാനും പിന്നെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാനും ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇന്നോവേഷൻ അതായത് മാർക്കറ്റിനനുസരിച്ചുള്ള എൻ്റർപ്രണർഷിപ്പ് പരമായ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കും. ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. എൻ്റർപ്രണേഴ്സ് ക്യാൻ യൂസ് ഇന്നോവേഷൻ ടു ഐഡൻറ്റിഫൈ ന്യൂ മാർക്കറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, create a new product and service. Entrepreneurs can use innovation to create a new product and service that meet unmet needs. Okay, അതായത് അവർക്ക് നമ്മുടെ എൻ്റർപ്രണർസിന് അല്ലെങ്കിൽ അവർക്ക് ഇന്നോവേഷനിലൂടെ മാർക്കറ്റിനനുസരിച്ച് ഇത് ഒരു പുതിയ സാധനം ഇറക്കി, അത് ആണെങ്കിൽ മാർക്കറ്റിൽ ഇതുവരെ ആരും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഈ രീതിയിൽ ഹെൽപ്ഫുൾ ആണല്ലോ എന്നുള്ള തോട്ട് വരണം. ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് നമുക്ക് ഇറക്കാം. ഓക്കെ, ക്രിയേറ്റ് എ ന്യൂ സർവീസസ് ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. Entrepreneurs can use innovation to create new products and services that meet unmet needs. ഇതുവരെ ആളുകൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ആളുകൾക്ക് ഇതുവരെ പ്രൊവൈഡ് ചെയ്യാത്ത സർവീസ് നമുക്ക് കൊടുക്കാം. ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. എൻ്റർപ്രണേഴ്സ് ക്യാൻ യൂസ് ഇന്നോവേഷൻ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. നമുക്കൊരു ചില ചേഞ്ച് വരുത്തി നമുക്ക് അവരെ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സിനെ ചേഞ്ച് വരുത്തി നമുക്ക് ഇറക്കാം. ഓക്കെ, ഡൈവേഴ്സിഫൈ ബിസിനസ്. എൻ്റർപ്രണേഴ്സ് ക്യാൻ യൂസ് ഇന്നോവേഷൻ ടു ക്രിയേറ്റ് എ ന്യൂ റവന്യൂ സ്ട്രീം ബൈ ഡെവലപ്പിംഗ് കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഇതുവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നതോടുകൂടി മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡ് കൂടുകയും അങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ പാരലലായിട്ട് രണ്ടെണ്ണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്, അപ്പോൾ ആൾ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ബസ്സും കൂടി ഇറക്കി. അപ്പോൾ ഓട്ടോറിക്ഷ ഓടുമ്പോഴും ബസ് ഓടുമ്പോഴും രണ്ട് റവന്യൂ ഒരാൾക്ക് തന്നെ കിട്ടുന്നത്. ആ രീതിയിൽ നമുക്ക് പൈസ ജനറേറ്റ് ചെയ്യാം. അതേപോലെ ബിസിനസ് രണ്ട് ബിസിനസ്സാണ്, രണ്ടും ഒരേ ബുദ്ധിയല്ല വേണ്ടേ. ഓക്കെ, ഒരേ തന്ത്രങ്ങളല്ല വേണ്ടേ. അങ്ങനെ നമുക്ക് ബിസിനസ് റവന്യൂ കൂട്ടുക അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. സോ റിസ്ക് എടുക്കാൻ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണത്. പിന്നെ സ്റ്റേ ഹെഡ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. The entrepreneurs can use innovation with market trends and stay ahead of competitors. കോമ്പറ്റീറ്റേഴ്സിന് നല്ല ഡിസ്റ്റൻസാണ്. നമ്മൾ പുതിയ സാധനങ്ങൾ ഇറക്കുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യാൻ കുറേ പേര് ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ അപ്ഡേറ്റ് ആയി വരുമ്പോഴേക്കും നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഇറക്കും. അപ്പോൾ നമ്മൾ മെല്ലെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നമ്മൾ മാത്രമാവും, ആ ഒരു ഫീൽഡ് നമ്മൾ ഡൊമിനേറ്റ് ചെയ്യും. ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. ഇന്നോവേഷൻ ക്യാൻ ഹെൽപ്പ് എൻ്റർപ്രണേഴ്സ് ടു ഫോസ്റ്റർ ദെയർ പ്രോബ്ലം സോൾവിങ് സ്കിൽ. അതായത് എല്ലാവർക്കും നമ്മുടെ എൻ്റർപ്രണേഴ്സിന് പുതിയ ഐഡിയാസ് ഉള്ള എംപ്ലോയീസ് വരുമ്പോൾ നമുക്ക് ഇന്നോവേഷൻ അവരുടെ ക്രിയേറ്റിവിറ്റീനെ പുറത്തെടുക്കാനൊരു നല്ലൊരു അവസരമാണ് തുറന്നു തരുന്നത്. ബാരിയേഴ്സ് ടു ഇന്നോവേഷൻ ഇൻ എൻ്റർപ്രണർഷിപ്പ് പോലെ ഇന്നോവേഷന് ഏറ്റവും വലിയ
തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഇന്നോവേഷൻ ഈസ് ദ കീ ഓഫ് സക്സസ് ഇൻ എൻ്റർപ്രണർഷിപ്പ് ബട്ട് ദ സെവറൽ ബാരിയേഴ്സ് ഇൻ ദാറ്റ് പ്രിവെൻറ്റ് എൻ്റർപ്രണേഴ്സ് ഫ്രോം ഇന്നോവേറ്റീവ്. പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാൻ എൻ്റർപ്രണേഴ്സിനെ ബാക്കിലേക്ക് വലിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലാണ് ലാക്ക് ഓഫ് റിസോഴ്സ്, റിസ്ക് അവേർഷൻ, ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി, ബ്യൂറോക്രസി, പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ലാക്ക് ഓഫ് എംപ്ലോയി റെക്കഗ്നൈസേഷൻ. ഓക്കെ, ലാക്ക് ഓഫ് റിസോഴ്സ് എന്ന് വെച്ചാൽ മെനി എൻ്റർപ്രണേഴ്സ് സ്ട്രഗിൾ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് സച്ച് ആസ് ടൈം, മണി, personal, and this can change it. Invest in research and development to bring new products or services to the market. അതായത് എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയൊരു രീതിയിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ എൻ്റർപ്രണർ എന്ന് പറയാം. അവർക്ക് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഒന്നാമത് സമയമില്ലായ്മ, പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ, പിന്നെ എന്താ പറയുക, പല രീതിയിലുള്ള കണക്ഷൻസൊക്കെ വേണമല്ലോ, അതിൻ്റെയും ലാക്ക്, അതിൻ്റെയും എന്താ പറയുക, എണ്ണം അല്ലെങ്കിൽ ലഭ്യത കുറവ്. ഓക്കെ, നമ്മൾക്ക് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻവെസ്റ്റ് ഇൻ റിസർച്ച്. പുതിയ ഐഡിയാസ് റിസർച്ച്, പിന്നെ ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ പഠിച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല സമയം എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടൈം ഈസ് മണി എന്ന് പറയുന്ന പോലെ നമ്മളൊരു ബിസിനസ് നടത്തണമെങ്കിൽ ഏറ്റവും നമുക്ക് ഇല്ലാത്ത ഒരു സംഭവം ടൈമായിരിക്കും. ഓക്കെ, റിസ്ക് അവേർഷൻ. ദ ഇന്നോവേഷൻ ഓഫൺ റിക്വയർസ് ടേക്കിംഗ് റിസ്ക്. ഓക്കെ, നമുക്കറിയാം ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ റിസ്ക് ഉണ്ടാവും. മെനി എൻ്റർപ്രണേഴ്സ് ആർ റിസ്ക് അവേഴ്സ്, പ്രിഫറിങ് ടു സ്റ്റിക്ക് വാട്ട് ദേ നോ ആൻഡ് ഹാസ് വർക്ക്ഡ് ഇൻ പാസ്റ്റ്. അതായത് അധികം റിസ്ക് എടുക്കാണ്ട് നല്ല രീതിയിൽ പോകുന്ന അവർ ആരായാലും പുതിയ ഒരു ഐഡിയയ്ക്ക് പിന്നാലെ പോകാത്തതും ഒരു പ്രശ്നമാണ്. ഇന്നോവേഷൻ കൊണ്ടുവരാത്തതിന്, എൻ്റർപ്രണർഷിപ്പിൽ ഇന്നോവേഷൻ കൊണ്ടുവരാത്തതിൻ്റെ ഒരു റീസൺ ആണ്. മെയിനായിട്ടുള്ള കാര്യം അവർക്ക് അറിയണ പണി അവർ ചെയ്താൽ പോരെ എന്നുള്ളൊരു തോട്ടാണ്. ഓക്കെ, exploring this can prevent them from exploring new opportunities and trying new things. Okay, പിന്നെ lack of diversity. A homogeneous workforce can lead to lack diversity in thinking, problem and solving, which can stifle innovation. അതായത് ഒരു കംഫർട്ട് സോണിൽ നിൽക്കണ ആരും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരില്ല. കാരണം അവർക്ക് അത് തട്ടിമുട്ടി പോയാൽ എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് സ്വന്തമായിട്ട് കയ്യിൽ നിന്നൊന്നും ഇടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എൻ്റർപ്രണേഴ്സ് ഹു വർക്ക് ഇൻ ലാർജ് ഓർഗനൈസേഷൻ മേ സ്ട്രഗിൾ വിത്ത് ബ്യൂറോക്രാറ്റിക് പ്രോസസ് ആൻഡ് റെഡ് ടേപ്പ് ക്യാൻ സ്ലോ ഡൗൺ ദ പ്രിവെൻറ്റ് ഇന്നോവേഷൻ. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പേപ്പർ വർക്ക്സ്, ഓക്കെ, അല്ലെങ്കിൽ ഓരോ ചെക്കിങ്, അങ്ങനെ പേപ്പർ വർക്ക്സ് എന്ന് തന്നെ പറയാം, അതിൻ്റെ ലാഗിങ്, അതൊക്കെയാണ് ഒരു പ്രശ്നം. അത് ടൈമാണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശിച്ച ടൈമിൽ എത്തിയില്ലെങ്കിൽ അവരത് ഡ്രോപ്പ് ചെയ്യും. കണ്ടോ, പ്രിവെൻറ്റ് ഇന്നോവേഷൻ. Resistance to change. Change is inevitable part of innovation. And some people may resistant to change, which where there is its customers. ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷൻ്റെ ഒരു പാർട്ടാണ്. ഏറ്റവും വലിയ അഭിവാജ്യ ഘടകം എന്നൊക്കെ പറയുന്ന പോലത്തെ ഏറ്റവും വലിയ പാർട്ടാണ്. ചില ആളുകൾക്ക് ചേഞ്ചിന്, ആർക്കും ചേഞ്ചിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ആരും ചേഞ്ചിനെ ആഗ്രഹിക്കില്ല. ഇതാണ് മെയിൻ പ്രശ്നം. ചിലപ്പോൾ അതിന് മെയിനായിട്ട് കസ്റ്റമർ ആവും, എംപ്ലോയീസ് ആവും, ഓർ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സും. നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ബിസിനസ് നടത്തുന്ന ആളുകൾക്കോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. ദിസ് ക്യാൻ മേക്ക് ഡിഫിക്കൾട്ട് ടു എൻ്റർപ്രണേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് ബ്രിങ് ദം ടു മാർക്കറ്റ്. ഇത് അവർക്ക് ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ പ്രശ്നമാണ്. ലാക്ക് ഓഫ് എംപ്ലോയി റെക്കഗ്നൈസേഷൻ. ആബ്സെൻസ് ഓഫ് എംപ്ലോയി റെക്കഗ്നൈസേഷൻ ആംബേഴ്സ് ഇന്നോവേഷൻ, ഡിമോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, സ്ട്രിങ് കോമ്പറ്റൻസി, ഇംപ്ലിമെൻറ്റിംഗ് എംപ്ലോയി റെക്കഗ്നൈസേഷൻ പ്ലാറ്റ്ഫോം, മോറൽ ഫോസ്റ്റേഴ്സ് അപ്രീഷിയേഷൻ ഫ്യൂൽ ഇന്നോവേഷൻ. അതായത് നമ്മുടെ എംപ്ലോയീസിന് അവർക്ക് ഈ ഒരു ചേഞ്ച് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം കുടുംബം നന്നാക്കി നാട് നന്നാക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആദ്യം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയാൽ അതിൻ്റെ പ്രൊഡക്ഷനോ അതിൻ്റെ കമ്പനിപരമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവർ ചോദ്യം ചെയ്യലൊന്നുമല്ല, പക്ഷേ അവർക്ക് വലിയ ധാരണയില്ലാണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇതും ഈ ഒരു ടൈം എടുക്കലും ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ധാരണയില്ലാത്തതും ഇന്നോവേഷനെ തടയാം. ഓക്കെ.